ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സ് ഭാഗത്തെ മൊഡ്യൂൾ 4-ലുള്ള കോംപ്ലക്സ് അനാലിസിസിലെ ഒരു പാർട്ടാണ്. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസിനെയാണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഡി ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഈ ഒരു ഫംഗ്ഷൻ ഈ ഡൊമൈൻ ഡിയിലെ എല്ലാ പോയിൻറ്റ്സിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അതിനാണ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷനെയാണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അനലിറ്റിക് ഫംഗ്ഷനെ വിളിക്കുന്ന രണ്ട് പേരാണ് ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്, റെഗുലർ ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് സിംഗുലാർ പോയിൻ്റ്. ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനലിറ്റിക് അല്ല എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയുന്നത്. സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ എന്താണ് സിംഗുലാർ പോയിൻ്റ്? സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനലിറ്റിക് അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിക്കാം, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കാണാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒന്ന്, കോഷി റീമാൻ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട്, അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ? അതൊരു നെസസറി കണ്ടീഷനാണ്. അനലിറ്റിക് ഫംഗ്ഷൻ ആവാനുള്ള ഒരു നെസസറി കണ്ടീഷനാണ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. യു എക്സ് കോമ വൈ പ്ലസ് ഐ വി എക്സ് കോമ വൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ, ഇത് റിയൽ പാർട്ടാണ് അല്ലേ? ഈ ഭാഗം റിയൽ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ് അല്ലേ? കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണം. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഈ ഒരു കാര്യം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഒരു കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇതിനെങ്ങനെ എഴുതാം? ഈ ഒരു കാര്യത്തിന് നമുക്ക് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു വി മൈനസ് വി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെന്ന് വിചാരിക്കുക. ഇത് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണെന്നാണ് തന്നിരിക്കുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സെഡ് സ്ക്വയർ സെഡിലാണ് തന്നിരിക്കുന്നത്. നമുക്കിതിനെ കോംപ്ലക്സിലോട്ട് മാറ്റണം. സോ സെഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇന്ന് തന്നെ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെഡ് എന്തായിട്ട് മാറും? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ ഇൻറ്റു വൈ പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതെന്തായിട്ട് മാറും? ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഇതിൽ നിന്നും യുവും വിയും കാണാമല്ലോ. യു എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. ഇവിടെ റിയൽ പാർട്ട് ഏതാണ്? ഇതാണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നതാണ് വി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് യു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വി എന്ന് പറയുന്നത് 2xy. ഓക്കെ, ഇനി നമുക്ക് യു എക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. യു എക്സ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്
ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2x ആണ് അല്ലേ. വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവും, അപ്പോൾ 0 ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് യു വൈ കാണുകയാണ്. യു വൈ എന്ന് പറയുന്നത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? -2y ആവും. ഇനി നെക്സ്റ്റ് വി എക്സ് കാണാം. വി എക്സ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. വി എക്സ് എന്ന് പറയുന്നത് 2y ആയിട്ട് മാറും. ആൻഡ് വി വൈ എന്ന് പറയുന്നത് 2x ആവും. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ. യു എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടേണ്ട കണ്ടീഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ വേണം. ഇവിടെ യു എക്സ് 2x ആണ്, വി വൈ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് വി വൈ എന്ന് കിട്ടി. ആൻഡ് ഒരു കണ്ടീഷനും കൂടി ഫോളോ ചെയ്യണമല്ലോ. യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കണം. ഇവിടെ യു വൈ -2y ആണ്, വി എക്സ് എന്ന് പറയുന്നത് 2y ആണ്. അതായത് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് ബാർ എടുക്കുകയാണ്. ഓക്കെ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് സെഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, ഇമാജിനറി പാർട്ടിൻ്റെ ആ ഒരു സൈൻ മാറും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് ഐ 0 എന്നാവും. ഓക്കെ, 0y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x ആയിട്ട് മാറും. ഇനി നമുക്ക് യു എക്സ് ഒന്ന് കാണാം. ഇവിടെ യു എന്ന് പറയുന്നത് 2x ആണ്, വി എന്ന് പറയുന്നത് ജസ്റ്റ് എടുത്ത് എഴുതാം. യു എന്ന് പറയുന്നത് 2x ആണ്, വി എന്ന് പറയുന്നത് 0 ആണ്. ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പോൾ യു എക്സ് കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 എന്ന് കിട്ടും. യു വൈ കാണുമ്പോൾ 0 എന്ന് കിട്ടും, കാരണം വൈയുടെ ടേംസ് ഒന്നും ഇല്ല. വി എക്സ് ഒന്ന് കാണുകയാണ്. വി എക്സ് എന്ന് പറയുന്നത് വി 0 ആണ്, അപ്പോൾ വി എക്സ് 0 ആണ്, വി വൈയും 0 തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, യു എക്സ് എന്ന് പറയുന്നത് വി വൈ ആണോ? അല്ല. യു എക്സ് എന്ന് പറയുന്നത് വി വൈ അല്ല. അപ്പോൾ ആ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോട്ട് അനലിറ്റിക് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ. ഇത് അനലിറ്റിക് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് വരും. ഓക്കെ, ഐ ഇൻറ്റു 2xy മൈനസ് വൈ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു ഇതിന് ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇതൊന്നും കിട്ടും. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ എന്തായിട്ട് മാറും? 2xy ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഐ 2xy. ഇനി നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ആയിരിക്കും. യു വൈ എന്ന് പറയുന്നത് -2y ആയിരിക്കും. സിമിലർലി നമുക്ക് വി എന്ന് പറയുന്നത് -2xy ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി എക്സ് എന്ന് പറയുന്നത് -2y ആണ്. ആൻഡ് വി വൈ എന്ന് പറയുന്നത് -2x ആണ്. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ യു എക്സ് എന്ന് പറയുന്നത് വി വൈക്ക് ഈക്വൽ ആണോ? യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്, വി വൈ എന്ന് പറയുന്നത് -2x ആണ്.
അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ, അനലിറ്റിക് ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്